ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ചിക്കൻ നൂഡിൽസ് കബാബ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാഗിയുടെ നൂഡിൽസാണ്. 2 പാക്കറ്റാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നൂഡിൽസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മാഗിയുടെ നൂഡിൽസാണ്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പാക്കറ്റിൽ വെച്ച് തന്നെ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഊറ്റി മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ടേസ്റ്റ് മേക്കേഴ്സ് ഒന്നും ഇതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ പിന്നീടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇത് വേവിച്ചെടുത്ത് മാറ്റി വെക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ നൂഡിൽസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തേക്ക് ഇടാനായിട്ട് വേണ്ടത് കുറച്ച് മല്ലിയില, പുതിന, പിന്നെ അതുപോലെ വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 നൂഡിൽസിൻ്റെ പാക്കറ്റിൽ 2 ടേസ്റ്റ് മേക്കേഴ്സ്. ഇത്രയും കൂടിയാണ് നമ്മൾ ഈ ഒരു ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ആ 2 പാക്കറ്റ് ടേസ്റ്റ് മേക്കേഴ്സ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മുളക് പൊടി 1 ടീസ്പൂൺ, ബ്രെഡ് ക്രംസ് 1/4 കപ്പ്, പച്ചമുളക് 1 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ജീരകത്തിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, മൊസറല്ല ചീസ് 1/2 കപ്പ്. ഇത്രയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കിനകത്ത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ 2 പാക്കറ്റ് നൂഡിൽസ്, അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിനി ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തിരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മിക്സിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു ബോൾ പോലെ ഒരു ചെറിയൊരു ലെമൺ സൈസിൽ ഒരു ബോൾ പോലെ എടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ ഞാൻ എല്ലാം ആക്കിയെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബ്രെഡ് ക്രംസ് വേണം, പിന്നെ മുട്ട. അപ്പോൾ നമ്മളിനി കട്ട്ലറ്റിന് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. പൊട്ടിപ്പോവാണ്ട് നോക്കണം കേട്ടോ. മുട്ടയിൽ ആദ്യം ഒന്ന് ജസ്റ്റ് മുക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിന് മുക്കിയെടുക്കാം. കട്ട്ലറ്റിന് ചെയ്യുന്ന സെയിം പോലെ തന്നെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഇതേ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ ഓരോ കബാബായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 4 കബാബാണ് ഞാനിപ്പോൾ അറ്റ് എ ടൈം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഓവർ ക്രൗഡഡ് ആവരുത് കേട്ടോ. കാരണം നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ അത് പൊട്ടിപ്പോവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ പാനിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ ഞാൻ 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ നോർമലി കട്ട്ലറ്റിനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കബാബാന്ന് മനസ്സിലായില്ലേ, കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ? ഉണ്ടാക്കി നോക്കിയതിന് ശേഷം പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ എന്താ നമ്മളെ കബാബ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എല്ലാം ഒന്ന് കോരി മാറ്റാം കേട്ടോ. അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കബാബാണ് കേട്ടോ ഇത്. ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുള്ളൊരു കബാബാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കബാബാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.